താങ്ക് യു. ഇറ്റ്സ് ഓക്കെ ശിഷ്യ. ബാറ്ററി മൊത്തം തീർന്നല്ലോ. ശരി, കുറച്ച് വണ്ടി തള്ളു, സംസാരിച്ച് പോവാലോ. ഞങ്ങൾക്ക് പോകണ്ട, അങ്ങോട്ടാ ഗുരു. വിഷമിക്കണ്ട, നിങ്ങളുടെ ഫാൻസ് ഇപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഫാൻസാ? അങ്ങനെ ഓ, പോലീസ് ഫാൻസാ? ക്രൈസി കോപ്പ്. സുമോന്നൊരു സുമ ഇറങ്ങുന്നല്ലുണ്ട്. എന്താടാ? ഏയ് ഫാറ്റി കോപ്പ്. പെട്രോൾ ഇങ്ങനെ വന്നതാ? ആണെങ്കിൽ എന്താടാ? ഏയ് ഒന്നുമില്ല, പെട്രോൾ തീർന്നു പോയി. കുറച്ച് പെട്രോൾ നൽകൂ. കുറച്ചാക്കണ എന്തിനാടാ? ടാങ്ക് ഫുള്ളാക്കാം. ആട്ടെ, നിനക്ക് സാധാരണ മതിയോ അതോ എക്സ്ട്രാ പവർ വേണം? ഈ എക്സ്ട്രാ പവർ ആവുമ്പോ കുറച്ച് സ്പീഡിൽ പോവാലോ. സ്പീഡിൽ പോണോ അല്ലേ? അത് നമുക്ക് ശരിയാക്കാം. ആട്ടെ, നിന്റെ പേരെന്താ? പ്രഭകുമാർ, ദ ലവ് ഗുരു. ഈ അടുത്ത് നിൽക്കുന്ന പ്രഭയുടെ ആരാ? ഏയ് വാട്ട് എ സില്ലി ക്വസ്റ്റ്യൻ ബ്രോ. മൈ ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ടോ? യാ, ഹോസ്റ്റൽ പീസ്. അത് ശരി. എവിടെ ഈ വണ്ടി കണ്ടു വീണോ അതോ നിന്നെ കണ്ടു വീണോ? കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കല്ലോ. ഹലോ സർ, അയക്ക് നീ സെക്കൻഡ് കൊടുക്കണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. യെസ്. ശരിക്കും ഈ ഫോറസ്റ്റിൽ എന്തിനാടാ വന്നത്? വാട്ട് ബ്രോ, ബോഡി വലുതായെങ്കിലും ബ്രെയിൻ വലുതായില്ലല്ലേ. ലോങ് ഡ്രൈവിന് വന്നതാ. എന്തുവാടാ? സിറ്റിയിൽ നിന്ന് ശ്രീശൈലം ഫോറസ്റ്റ് വരെ ലോങ് ഡ്രൈവ് ചെയ്തു. എന്റെ ചെവിയിൽ എന്താണെന്നാടാ നീ വിചാരിച്ചത്? പൂടല്ലേ ബ്രോ? അപ്പോ കളിയാക്കാനൊക്കെ അറിയാല്ലേ? അതിരിക്കട്ടെ, നിന്റെ ഫോണിൽ നിന്ന് ഇപ്പൊ ഫോൺ ചെയ്തവൻ ആരാടാ? എന്റെ ശിഷ്യനാ ബ്രോ. ഇപ്പോഴവൻ ലവറുമായിട്ട് സൈറ്റ് സീങ്ങിന് പോയത്. അവൻ നിന്റെ ശിഷ്യനോ? ഏയ് സാധാരണ ശിഷ്യനല്ല, എന്റെ ലവ് ശിഷ്യൻ. അവൻ ആരുടെ മകളെയാണ് അടിച്ചോണ്ട് വന്നിരിക്കുന്ന അറിയോ നിനക്ക്? ഏതോ ബെക്കാടിയുടെ മകളാണെന്ന് പറയുന്നത് കേട്ടു. ബെക്കാടിയുടെ മകളെയൊന്നും അല്ലടാ, ബെല്ലാരിയുടെ മകളെ. ബെല്ലാരിയ? ആരവൻ? സാർ, എന്താണ് സാർ ഇത്? കള്ളന്മാരെ പോലും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കൺട്രിയിൽ ഒരു സെലിബ്രിറ്റിയോട് ഇങ്ങനെ കാണിക്കുന്ന അനീതിയല്ലേ സാർ? എവിടെയാടാ? എവിടെ അവൻ? ബെല്ലാരിയുടെ മകളെ അടിച്ചോണ്ട് നിന്റെ ലവ് ശിഷ്യൻ എവിടെയാണോ ചോദിച്ചത്? സാർ, സാറിന്റെ ലാത്തി ഒന്ന് പൊക്കോ. ഈ ലാത്തി തൊട്ട് ഞാൻ സത്യം ചെയ്യാം സാർ, അവനെ എനിക്ക് അറിഞ്ഞൂടാ. ആ കാട്ടിൽ വെച്ചാ ഞാൻ അവരെ കണ്ടു. അയ്യോ, വീണ്ടും കിട്ടി. കണ്ടിട്ട് അവൻ നിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിച്ചിട്ട് അവൻ അങ്ങോട്ടും പോയി, നീ ഇങ്ങോട്ടും വന്നല്ലേ? കൊച്ചു കള്ളൻ. ഇതാ സാർ ഇത്ര ചെറുപ്പത്തിലെ പിന്നെ എന്തിനാ തല്ലുന്നത്? SI അല്ലടാ, ഞാൻ CI. സാർ, കാത്തിരുന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് വീണ് കിട്ടിയ ഒരു ഫിഗറാ സാർ. ഞങ്ങളെ വിട്ടേര്, ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോളാം. അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല സാർ. യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നീ അവനായിട്ട് കാട്ടിൽ എന്ത് ചെയ്യായിരുന്നടാ? നേരത്തെ പറഞ്ഞില്ല ലോങ് ഡ്രൈവിന് വന്ന. മിണ്ടി പോകരുത്. എന്തുവാടാ? സിറ്റിയിൽ നിന്ന് ശ്രീശൈലം ഫോറസ്റ്റ് വരെ ആരെങ്കിലും ലോങ് ഡ്രൈവിന് വരുവാടാ? ഞാൻ അയാളോട് എത്ര നേരം കൊണ്ട് പറയാടോ? അവൾ എന്റെ ബൈക്കിന്റെ പുറകെ കയറിയിരുന്ന് കഷത്തൂടെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ശ്രീശൈലം വരെ വന്നുള്ളൂ. താനാണെങ്കിൽ ശ്രീലങ്ക വരെ പോയേനെ. ആണോ? ഓ തന്നെ. സാർ, എങ്ങോട്ടാ സാർ? നീ പറഞ്ഞില്ലടാ നിന്റെ ഫിഗറുമായ ഒരു ലോങ് ഡ്രൈവിന് പോവാ ഞാൻ. അയ്യോ, ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ സാറേ. നിന്റെ ആ ഫ്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. അവളൊരു കശുവണ്ടി പരിപ്പിന്റെ അത്രേ ഉള്ളൂ, സാറാണെങ്കിൽ ഒരു കാണ്ടാമൃഗത്തിന്റെ അത്രയേ ഉണ്ട്. ഓ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നീ സംരക്ഷിക്കുമെങ്കിൽ ആ ധർമ്മം നിന്നെ സംരക്ഷിക്കുമെന്നാ. എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയിട്ട് 10 ദിവസം. അതുവരെ പാചകം ചെയ്തു തരാൻ ഒരാള് വേണം. അരിമ ശിഷ്യ, ഒറ്റ കോൾ കൊണ്ട് നീ എന്റെ ഗേൾഫ്രണ്ടിന്റെ കോളുകളാക്കിയല്ലടാ പരമനാറി. കാത്തു തുഴിച്ചൊരു കസ്തൂരി മാമ്പഴം. രാജ്, എനിക്ക് വിശക്കുന്നു. എന്നെ തിന്നുന്നോ? തിന്നേനെ, പക്ഷെ ഞാൻ പ്യൂർ വെജിറ്റേറിയനാ. എങ്കിൽ പിന്നെ ആടിനെ പോലെ ഇലകൾ തിന്ന്. അത് നീ തിന്നാ മതി. അയ്യോ നിക്കേ. എന്താ ഒരു സൗണ്ട്? നമുക്ക് കുളിക്കാം. ഞാനില്ല, നീ പോയി. അതെന്താ? ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് കുളിക്കാറ്. അതെന്താ അങ്ങനെ? ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെള്ളം അങ്ങനെ വരില്ല. നീ ചെല്ല്, ഞാനിവിടെ ഇരിക്കാം. ഓക്കെ.
ഉണ്ട്, പോലീസുണ്ട്, ആവശ്യത്തിന് റൗഡികളുമുണ്ട്. എല്ലാരും ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? പോലീസിലും ചെക്ക് പോസ്റ്റിലും എല്ലാം അലേർട്ട് ചെയ്തിട്ടുണ്ടാ. അലേർട്ട് ചെയ്യേണ്ടത് ഇതിനെ എല്ലാം നമ്മുടെ സ്വന്തമാകുന്നത് വരെ ഇവിടെ ഞാൻ ഇനി നിൽക്കണ്ട. ദൂരേക്ക് പോ എന്ന് പറഞ്ഞ് ഇത്ര നാൾ എന്നെ ദുബായിൽ നിർത്തി. എന്നിട്ടിപ്പോ എന്തായി? എയർപോർട്ട് ടച്ച് ചെയ്യാതെ, ബസ് സ്റ്റേഷനുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ പോകാതെ, ചെക്ക് പോസ്റ്റുകളിൽ ഒന്നിലും പെടാതെ എങ്ങനെയാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? വിടില്ല ഞാൻ, അവളെ വിടില്ല ഞാൻ. അവർ ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഈ ദേവൻ അവരെ കണ്ടുപിടിച്ചിരിക്കും. ഡിസ്കവറി ചാനൽ കണ്ട് ഫോറസ്റ്റ് ട്രാവലിംഗ് വളരെ റൊമാൻറ്റിക് ആവുന്ന കരുതിയത്. ഇതിപ്പോ എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യ. ഏയ്, മോളിൽ നിന്റെ അച്ഛൻ ചേസിന്ന് താഴെനായുള്ള ആൾക്കാരും ഏത് വഴി പോയാലും റോഡെത്തുന്ന ആർക്കും അറിയാം. അതിനിടയ്ക്ക് അവളുടെ റൊമാൻസും. വാ നടക്ക്. എന്റെ ദൈവമേ, എന്തുമാത്രം പൂക്കളാ! നിക്ക്, കുഴിയാണ്, പോണ്ട. എനിക്ക് വെള്ള താമരപ്പൂ ഒരുപാട് ഇഷ്ടമാ. പ്ലീസ് ഒരെണ്ണം പൊട്ടിച്ചേരൂ. വെള്ളത്താമരെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കും കൂടി തരാവോ? ഒന്നുമില്ല. നിനക്ക് ഈ പവർഫുൾ ആഞ്ജനേയനെ തരാം. അത്രയ്ക്ക് ഇഷ്ടമാണോ ഇത്? ജീവന. നിനക്കോ? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഇഷ്ടമാണ്. അതാരാ ആ പെൺകുട്ടി? ചൈത്രു, അങ്ങോട്ട് നോക്ക്. എന്താ അത്? പുകയാണോ മഞ്ഞാണോ? പുകയാ, ടൗൺ ആണോന്നറിയില്ല. എന്തായാലും ആൾ താമസം ഉണ്ട് അവിടെ. എന്റെ അമ്മേ, എങ്കിൽ എനിക്ക് ഫുഡ് കിട്ടും. ഒരു ഫോൺ കിട്ടിയാൽ മതിയായിരുന്നു. വാ. എടോ, ചിപ്സിന് എത്രയാ? 10 രൂപ. 10? 1 രൂപയ്ക്ക് കിട്ടില്ലേ? ഇല്ല. ശരിക്കും കിട്ടില്ലേ? ഇല്ലടേ. ഇങ്ങ്. ഇല്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ? ഡെവലപ്പ് ആവടേ മണ്ടൻ. ഫോൺ ചെയ്യാൻ എന്താ വഴി? ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ ചില്ലി, വാട്ടർ ഫ്രീ. ഡേയ്, ആദ്യം ഞാനാ വന്നത്. ആദ്യം ഇവിടെ കൊണ്ട് വെക്കടാ വെള്ളം. വരുത്തന്മാർക്കല്ല ആദ്യം കൊടുക്കേണ്ടത്. ലോക്കൽസാ ഫസ്റ്റ്. ഞാൻ ലോക്കലാടാ. 1/2 സെക്കൻഡിനുള്ളിൽ ഇഡലി എന്റെ മുമ്പിൽ ഉണ്ടാവണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ കടയേ ഇല്ലാതാവും. ചെല്ല്. നിങ്ങൾക്ക് എന്ത് വേണം സാർ? ഫോണുണ്ടോ? ഞാനുണ്ട്. പഞ്ച? അല്ല സാർ, കോച്ചിങ്ങാ. ഇവരോടൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? അതൊക്കെ പോട്ടെ, എനിക്ക് അർജന്റ് അടുത്ത് ഫോൺ ചെയ്യണം. ഫോണുണ്ട്. ആ ഫെസിലിറ്റി അയാളുടെ കയ്യിലേ ഉള്ളൂ. പക്ഷെ ബില്ലടച്ചാലേ അയാൾ സെല്ല് തരൂ. ശരി, ഫാസ്റ്റായി പോയി. ഹലോ, ഫാസ്റ്റായി പോയി 4 റൊട്ടിയും ഒരു എഗ് മസാല എടുത്തോണ്ട് വാ. ശരി സാർ. ഇന്ന് സാറ്റർഡേ ഞാൻ മുട്ട ശരി, കഴിക്കില്ല. പിന്നെന്താ വേണ്ടേ? എനിക്കൊരു ചില്ലി ചിക്കൻ മതി. ഇപ്പോഴല്ലേ മുട്ട തിന്നില്ലെന്ന് പറഞ്ഞത്? അതിന്റെ അമ്മയെ തിന്നാം. വേഗം എടുത്തോ. ആ ഇതെന്താടാ, ഫ്രഷ് അല്ലേ? റീഫ്രഷ്. ഓ ശരി, ചട്നി ഇതാ. ചട്നി ഇഡ്ഡലിയുടെ അടുത്താ വേണ്ടത്. ഓക്കെ. ചേട്ടാ, ഫുഡ് ഓർഡർ ചെയ്തു. ഇനി ആ ഫോണും തരൂ. ഓഹോ, ഫോണാ? അത്യാവശ്യമായിട്ട് എനിക്കൊരാൾ ഫോൺ ചെയ്യാനുണ്ട്. ചെയ്തിട്ട് തരാം. ഹലോ സാർ, നിങ്ങൾ തന്ന ഫോട്ടോയിലുള്ളവർ എന്റെ കടയിലുണ്ട് സാർ. ഞങ്ങൾ ഫോട്ടോ ഞാനാ കൊടുത്തത്. ആ പറ. ശ്രീശൈലം ഫോറസ്റ്റിനുള്ളിലുള്ള പഞ്ചാബി ഡാബയില്ല. എന്തെങ്കിലും പറഞ്ഞ് അവരെ അവിടെ നിർത്താൻ നോക്ക്. നിങ്ങൾ വേഗം പറഞ്ഞേ സാർ. ഹലോ, അവരിപ്പോ ഫോറസ്റ്റിനടുത്തുള്ള പഞ്ചാബി ധാബയിലുണ്ട്. അനിയ, ദാ അനിയ.
ആവശ്യത്തിന് സംസാരിച്ചോ, ധൃതി വെക്കണ്ട. ബോസ്. യു ആർ വെൽക്കം ബോസ്. നീയോ? അതെ ബോസ്, ഞാൻ തന്നെ. നിർത്തണ വണ്ടി. റാസ്കൽ, എവിടായിരുന്നാ നീ? നിന്റെ നമ്പറിലേക്ക് വിളിച്ച് എനിക്ക് ഭ്രാന്തായി. പൈസ എടുക്ക. എന്താടാ ചിരിക്കുന്നേ? എന്താ അവളെന്നെ പ്രേമിക്കുന്നു നിനക്കിപ്പോഴും വിശ്വാസമായില്ലല്ലേ? ചൈത്ര, നീ എന്നോട് ഐ ലവ് യു പറയേണ്ടത് ഇവന്റെ മുമ്പിൽ വെച്ചാ. നീ പറ, എന്തെങ്ങനെ നോക്കുന്നേ? നിനക്ക് വേണ്ടി ഞാൻ എത്ര റിസ്ക് എടുത്തെന്നും നീ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഞാൻ എങ്ങനെ പാസ്സായതെന്ന് ഓർത്ത് നോക്കിയിട്ട് പറ. ഞാനെന്താ ജോക്കറാണോ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ? ഹോസ്പിറ്റലിൽ എന്റെ അച്ഛൻ മരണത്തോടെ മല്ലടിച്ചുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞു, നിന്റെ അച്ഛൻ സേഫാ. വിശ്വാസമായില്ലേ രാജ്? എടാ മോനെ, ചെറുപ്പം മുതലേ നീ ബെറ്റ് വയ്ക്കുമ്പോ ജീവൻ കൊണ്ടുള്ള ആ കളി കണ്ട് ഞാൻ ഭയക്കുമായിരുന്നു. എന്നാലിപ്പോ ആ കളിയാ എന്റെ ജീവൻ രക്ഷിച്ചത്. സമയത്ത് തന്നെ പണവുമായി നിന്റെ സുഹൃത്ത് വന്നതുകൊണ്ട് നിനക്ക് നിന്റെ അമ്മയുടെ കണ്ണീര് കാണേണ്ടി വന്നില്ല. എന്താടാ ഇത്? ബെറ്റ് ഞാൻ ജയിച്ചോന്നറിയാതെ. നീ ജയിക്കുമെന്ന് ഈ ബെറ്റ് കെട്ടുമ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു രാജ്. ഈ ബെറ്റിനെ കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? ആക്ച്വലി ഈ ബെറ്റ് വെപ്പിച്ചത് ഇവളാ. അതെ രാജ്, നീ നിന്റെ അച്ഛനു വേണ്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നു എന്നാണോ? അല്ല, ഞാൻ എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നു. 13 വർഷങ്ങളായി പരാജയം മാത്രം അറിഞ്ഞ് ജീവിച്ച എനിക്ക് എന്നും വിജയം മാത്രം നേടുന്ന നിന്നോട് ആരാധനയില്ല. ഒരു ബന്ധമില്ലാത്ത ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ നിന്നിലെ നന്മ ഞാൻ മനസ്സിലാക്കി. ആയുധങ്ങളുമായി നിന്ന സെക്യൂരിറ്റിയുടെ നടുവിൽ വെച്ച് ലെറ്റർ തന്നപ്പോ നിന്റെ ധൈര്യം എനിക്കിഷ്ടമായി. എന്റെ വീട്ടിൽ കയറുവന്ന് എനിക്ക് ഫ്ലവർ തന്നപ്പോ നിന്റെ ചങ്കുറ്റം എനിക്കിഷ്ടമായി. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം മുഴുവൻ ഫ്രീ ആയി എൻജോയ് ചെയ്യാൻ അവസരം തന്നപ്പോ നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. ഇന്ന് രാവിലെ അച്ഛന്റെ ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അപകടത്തിലായ പെൺകുട്ടിയെ കൈവിടാതിരുന്നപ്പോ നിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി. 1000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന മനോധൈര്യം നിനക്കുണ്ട്. 1000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന വാശി നിനക്കുണ്ട്. 1,00,000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന ബുദ്ധിയും നിനക്കുണ്ട്. അതുകൊണ്ടാ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ക്ലാസ്മേറ്റ് ജെയിംസിനെ നിന്റെ അടുത്തേക്ക് അയച്ച് ബെറ്റിന് വേണ്ടി എന്തും ചെയ്യുന്ന നിന്നെ കൊണ്ട് ബെറ്റ് വെപ്പിച്ചത്. വേഗം വിട്. ജെയിംസ്. വാ.